ഡിയർ സ്റ്റുഡന്റ്, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. ഈ ഒരു വീഡിയോ +2 കുട്ടികളെ ഒന്ന് പേടിപ്പിക്കുന്ന വീഡിയോ ആണ്. നമുക്ക് +2 ഇപ്പോഴേ എക്സാം എഴുതാൻ പോകുന്ന +2 കുട്ടികൾക്ക് +1 ഇംപ്രൂവ്മെന്റും ഉണ്ട്, +2 ഫൈനൽ എക്സാമും ഉണ്ട് അല്ലേ. നമ്മളിൽ ഇനി എത്ര ദിവസമേ ഉള്ളൂ കൗണ്ട് ചെയ്ത് നോക്കി നോക്കാം. നമുക്ക് കുറച്ച് ദിവസമേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇംപ്രൂവ്മെന്റിനെ കുറിച്ചും ഫൈനൽ എക്സാമിനെ കുറിച്ചും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഓൾറെഡി ഒരു ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അതിലൊരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ വന്ന സംശയങ്ങളാണ്. അപ്പോൾ ആ സംശയങ്ങളെല്ലാം കൂടി ഒരൊറ്റ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് നമുക്കൊരു കാര്യം പറയാം. നമ്മുടെ എക്സാം എന്നാ വരുന്നത്? മാർച്ചിലാണ് എക്സാം വരുന്നത്. നമ്മുടെ +2ൻ്റെ എക്സാം റിസൾട്ട്, എക്സാം ടൈം ടേബിൾ ഒന്ന് നോക്കി നോക്കാം. +2ൻ്റെ എക്സാം ടൈം ടേബിൾ നോക്കിയാൽ 3-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്തും, 3-ാം തീയതി ഇംഗ്ലീഷ്, 7-ാം തീയതി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് 10-ാം തീയതി. അവിടെ നമുക്കൊരു 7 ദിവസം ബിസിനസ് പഠിക്കാൻ ഗ്യാപ്പ് കിട്ടി. പക്ഷെ കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടികൾക്കോ വെറും 2 days എന്ന് വേണമെങ്കിൽ പറയാം. 17-ാം തീയതി മാത്സ്, 19-ാം തീയതി ലാംഗ്വേജ്, 21-ാം തീയതി ഇക്കണോമിക്സ്, 24-ാം തീയതി അക്കൗണ്ടൻസി, 26-ാം തീയതി സ്റ്റാറ്റിസ്റ്റിക്സ്. ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ അത്രയ്ക്ക് പോരാ. കാരണം എന്താ, നമുക്ക് മെയിൻ സബ്ജക്റ്റുകളായ ഇപ്പോൾ അക്കൗണ്ടൻസിൻ്റെ ഇടയിൽ 2 days ഉള്ളൂ, എക്കണോമിക്സിൻ്റെ ഇടയിൽ 1 ദിവസമേ ഉള്ളൂ എക്കണോമിക്സിന്. പക്ഷെ അതിന് മുമ്പ് ബിസിനസ് കഴിഞ്ഞാൽ നമുക്കൊരു ഒരാഴ്ച മാത്സ് ഇല്ലാത്തവർക്ക് ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ മാത്സ് ഉള്ളവർ എന്ത് ചെയ്യും നോക്കിയാൽ, ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്തായാലും നമ്മൾ തലേദിവസമേ പഠിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ വേറെ സബ്ജക്റ്റുകളൊന്നും കേട്ടില്ല. ദെൻ അക്കൗണ്ടൻസിക്ക് നോക്ക് വെറും 2 days, അതായത് 22, 23 നമുക്ക് പറയാൻ പറ്റില്ല, 24-ാം തീയതി നമ്മൾ എക്സാമിനായിട്ടാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളവർക്ക് 26-ാം തീയതി സ്റ്റാർട്ട്. ഇതിലൊക്കെ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകളുടെ ഇടയിൽ അധികം ലീവില്ല, എന്നാൽ ആവശ്യമില്ലാത്ത സബ്ജക്റ്റുകളിൽ അധികം ലീവുണ്ട്. നോക്കിയേ, നമുക്കിപ്പോൾ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ അത്യാവശ്യം ടൈം കൊടുത്തിരിക്കുകയാണ്. അതില്ലാത്തവർക്ക് ബിസിനസ് പഠിക്കാം. ഇതിൻ്റെ ഇടയിൽ അക്കൗണ്ടൻസി ഒക്കെ പഠിക്കുന്നവർ വളരെ മിനിമം ആയിരിക്കും. ഇനി ഇതാണ് നമ്മുടെ +2ൻ്റെ സബ്ജക്റ്റ് കിട്ടാം ഫൈനൽ എക്സാം. ഇനി ഇതിൽ നമുക്ക് ഇംപ്രൂവ്മെൻ്റ് ഉൾപ്പെടുത്തുന്ന കുട്ടികളുടെ സബ്ജക്റ്റുകൾ ബിസിനസ്, അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, ഇതൊക്കെ +1 കുട്ടികളുടെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരുടെ ഡേറ്റുകളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബിസിനസ് എക്സാം കഴിഞ്ഞിട്ടാണ് ലാംഗ്വേജ് എഴുതാൻ പറ്റുള്ളൂ. അക്കൗണ്ടൻസി 18-ാം തീയതിയാണ്, അതായത് ഈ മാത്സ് കഴിഞ്ഞാൽ ലാംഗ്വേജിൻ്റെ ഇടയിൽ 18-ാം തീയതിയാണ് അക്കൗണ്ടൻസി. 29-ാം തീയതി നോക്കിയാൽ നമുക്ക് ഇംഗ്ലീഷാണ്, +1 ഇംഗ്ലീഷ്. അതിനൊരു പ്രശ്നവുമില്ല. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് എല്ലാ എക്സാമും കഴിഞ്ഞ് ലാസ്റ്റ് ഇംപ്രൂവ് ചെയ്യുക, അത് മാത്രമാണ് നമുക്കുള്ളൊരു ബെനിഫിറ്റ്. എക്കണോമിക്സും 27-ാം തീയതി. അപ്പോൾ ഇത് രണ്ടും ഇംപ്രൂവ് ചെയ്യുന്നത് പൊതുവേ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക അക്കൗണ്ടൻസി ആണ്. അപ്പോൾ അക്കൗണ്ടൻസി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കയറ്റാനും പറ്റില്ല. അപ്പോൾ ടൈം ടേബിൾ മൊത്തത്തിൽ ആകെപ്പാടെ കുഴഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു രക്ഷയുള്ളൂ. കാരണം എന്താ, നല്ല പോലെ പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിനി എത്ര ദിവസം എക്സാമിനുണ്ട് നോക്കാം. അപ്പം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ടെൻഷനൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരിക്കും. ഇന്ന് ജനുവരി 8-ാം തീയതിയാണ്. നമുക്കൊരു 20 ദിവസം പിടിച്ചാൽ മതി ഈ മന്തിൽ. ഓക്കെ, 20 days ആണ് ഇനി ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരു 1-2 ദിവസം അവിടെ നമ്മൾ കൂട്ടുന്നില്ല. പിന്നെ ഫെബ്രുവരിയിൽ നമുക്കൊരു 28 days നോക്കാം. ഫെബ്രുവരിയിൽ 28 days നമുക്ക് നോക്കാം. മാർച്ച് 3-ാം തീയതി നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. മാർച്ചിൽ നമുക്കൊരു 2 days മാത്രം എടുത്താൽ മതി. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അബൌട്ട് 50 days ആണ് നമ്മുടെ ഫൈനൽ എക്സാമിനുള്ളൂ. ഇതിൽ ജനുവരി ലാസ്റ്റോട് കൂടി എന്ത് സംഭവിക്കും, നമുക്ക് പ്രാക്ടിക്കൽ എക്സാം 22nd കൂടി പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. നിങ്ങൾ ആ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒക്കെ ഇടയിൽ വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാനുള്ളത് നോക്കുമോ. ഇപ്പം തന്നെ റെക്കോർഡ്സ് ചെയ്യുന്നവരായിരിക്കും. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ പറഞ്ഞ 6 വിഷയം, 8 വിഷയം, 9 വിഷയമൊക്കെ നിങ്ങൾ പഠിക്കുമോ? അതോ ഇനി ഫെബ്രുവരിയിലേക്ക് കടന്നാൽ മോഡൽ എക്സാം ഉണ്ടായിരിക്കും, പ്രീ മോഡൽ എക്സാം ഉണ്ടായിരിക്കും. ഇതിലൊക്കെ നിങ്ങൾ ഒരു വിഷയം എല്ലാ ചാപ്റ്റേഴ്സും 10 ദിവസം കൊണ്ടൊക്കെ പഠിച്ചു തീർക്കുമോ? ഇനി മാർച്ചിൽ കടന്നാൽ എന്താ അവസ്ഥ? മാർച്ചിൽ കടന്ന് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടൈം ടേബിൾ ആണോ നമ്മുടെ +1 കുട്ടികളുടെ ടൈം ടേബിൾ? വളരെ നല്ലൊരു ടൈം ടേബിളാണ്. കാരണം എന്താ, അവർക്ക് അത്യാവശ്യം ഡേയ്സ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർക്ക് എക്സാം. പക്ഷെ നമ്മുടെ ആ മെയിൻ സബ്ജക്റ്റുകളുടെ ഇടയിലൊന്നും ഒരു ഗ്യാപ്പും ഇല്ല. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങണം എന്തെങ്കിലും ഒരു ടോപ്പിക്ക്. ഇപ്പോൾ പ്രാക്ടിക്കൽസിൻ്റെ പിന്നാലെ പോകുന്നവരാണ് എങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നല്ല പോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ +1 അക്കൗണ്ടൻസിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോഴിരുന്ന് പഠിക്കാം. എന്നിട്ട് പ്രാക്ടിക്കൽ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ പ്രാക്ടിക്കൽ എന്തായാലും കഴിഞ്ഞു. നമുക്ക് ആ ഒരു 40 എന്തായാലും ഭൂരിഭാഗം പേർക്കും 40, 20 ഒക്കെ നമുക്ക് സി മാർക്കൊക്കെ ഉണ്ടായിരിക്കും. ബാക്കി നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങേണ്ടത് ഏതിലാണ്? പഠിച്ച് വാങ്ങേണ്ടതാണ് അല്ലേ. ഇപ്പോൾ 80-ലുള്ള എക്സാമിൽ ഇപ്പോൾ 80-ലാണ് നമ്മൾ പഠിച്ച് വാങ്ങേണ്ടി വരിക. അപ്പോൾ ഒന്നും അറിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, മിസ്സിൻ്റെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം.
നമ്മൾ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തു. +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെന്റ് ബാച്ച് നമ്മൾ 10th സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ജനുവരി 10 സ്റ്റാർട്ട് ചെയ്യും. അത് അറിയാത്തവരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്തോളാം. അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ്, മാത്സ്, ഇതൊക്കെ നമ്മൾ +2 ക്രാഷ് ബാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മിസ്സിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണോ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇതേപോലെ ആയിരിക്കും. അത്യാവശ്യം ആവശ്യമില്ലാതെ ഒന്നും നമ്മൾ ക്ലാസ് എടുക്കില്ല. ചാപ്റ്റർ വൈസ് ക്ലാസ് ആയിരിക്കും. PDF നോട്ട് അവൈലബിൾ ആണ്. ആവശ്യമുള്ളത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുള്ളൂ. നമുക്ക് ഷുവർ ആണ് നല്ലൊരു സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ മാക്സിമം നല്ലൊരു രീതിയിലാണ് ഈ ക്രാഷ് ബാച്ചും ഇംപ്രൂവ്മെന്റ് ബാച്ചും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതൊക്കെ ഞങ്ങൾ പഠിച്ചോളാം മിസ്, മാർച്ച് ആകുമ്പോഴേക്കും എന്നുള്ളവർക്ക് മാർച്ചിന്റെ ടൈം ടേബിൾ ഒന്ന് മനസ്സിൽ വെക്കുക. കാരണം നമുക്ക് തീരെ ടൈമില്ല. പിന്നെ നമ്മുടെ ക്രാഷ് ബാച്ചസ് കഴിയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ മോഡൽ എക്സാമും കഴിഞ്ഞ് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ ഈ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. പിന്നെ ലൈവ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് എക്സാം എല്ലാം അടുക്കും തോറും നമുക്ക് റിവിഷനുകൾ ഉണ്ടായിരിക്കും. പിന്നെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ ഒന്നും കൂടിയും കേൾക്കാം. PDF നോട്ടുകൾ അയച്ചു തരും. സബ്ജക്റ്റ് വൈസ് ഗ്രൂപ്പുകളായിരിക്കും. ഒരു പേടിയും പേടിക്കേണ്ട. നമുക്ക് ഏകദേശം 45+ ഡേയ്സ് ഉണ്ടായിരിക്കും. 50 ദിവസം കറക്റ്റ് എന്ന് മിസ് പറയുന്നില്ല. മേ ബി എന്തെങ്കിലും ദിവസങ്ങൾ കുറേ എന്താ പറയുക, 3-ാം തീയതി എക്സാം ഉള്ളപ്പോൾ 2-ാം തീയതി നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും മോഡൽ എക്സാം കഴിയുന്ന വരെ ഒരു 45 ഡേയ്സ് ഷുവറായിട്ട് നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. നമ്മളെല്ലാ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ എടുക്കുന്നു, ഇമ്പോർട്ടൻറ്റ് വൈസ് ക്ലാസ്സുകൾ എടുക്കുന്നു. 8 മാർക്ക്, 5 മാർക്ക്, അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മിസ്സിൻ്റെ വീഡിയോസ് എല്ലാം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സാം എടുക്കുമ്പോൾ അതിൻ്റെ വ്യൂവേഴ്സിന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ആദ്യ ചാപ്റ്റർ വൈസ് ആണ്. ഒന്നും അറിയില്ല, ജയിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ, ഡബിൾ പാസ് ഇല്ലാത്തവരാണോ, ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പേടിയുള്ളവരാണോ എങ്കിൽ എന്ത് ചെയ്യുക, മിസ്സിന്റെ ക്രാഷ് ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ക്ലാസ് തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഷുവറാണ്. ഇനി ഇതുവരെ ഒന്നും അറിഞ്ഞത് ചേരാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് എങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 7907664613 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമ്മൾ തീർത്ത് ജനുവരി 15 തുടങ്ങും കേട്ടോ നമ്മുടെ +2ന്റെ ക്രാഷ്. അപ്പോൾ ഈ ജനുവരി 15 തുടങ്ങുമ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. കാരണം ലേറ്റ് ആയിട്ട് വന്നാൽ അത്രയും ദിവസത്തെ ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ടൈം നിങ്ങൾക്ക് പോവാണ്. സോ എല്ലാവരും എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ടൈം ടേബിൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കുക. മെയിൻ സബ്ജക്റ്റുകളൊന്നും നമുക്ക് ടൈമില്ല. അപ്പോൾ ഈ ക്രാഷ് ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചെടുക്കാം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്